ഹരിയാനയിൽ മന്ത്രിസഭ രാജിവെച്ചു. മുഖ്യമന്ത്രി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോവുകയാണ്. അവിടെ സഖ്യവും പൊളിഞ്ഞു, സഖ്യം BJP തന്നെ പൊളിച്ചു. എനിക്കൊപ്പം അർജുനുണ്ട്. അർജുനെ, സഖ്യം പൊളിക്കുന്നു, മന്ത്രിസഭ രാജിവെക്കുന്നു, ഖട്ടറിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു. എന്താണ് ഹരിയാനയിൽ സംഭവിക്കുന്നത്? അനുവേട്ട, ആദ്യം ഖട്ടറിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ് എന്നാണ് കരുതിയത്. പക്ഷേ JJPയെ മന്ത്രിസഭയിൽ നിന്നും ചവിട്ടി പുറത്താക്കുക, അല്ലെങ്കിൽ സഖ്യത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കുക എന്നുള്ളത് തന്നെയായിരുന്നു BJPയുടെ തന്ത്രം. അതാണ് അവരെ പയറ്റിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിന് പകരം മന്ത്രിസഭ പൂർണ്ണമായിട്ടും രാജിവെച്ചിരിക്കുന്നു. പുതിയ മന്ത്രിസഭ ഇന്ന് തന്നെ അധികാരത്തിലേക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം JJPയുടെ ആവശ്യം BJPക്ക് ഇല്ല. കേവല ഭൂരിപക്ഷം തികഞ്ഞിരിക്കുന്നു. ഇപ്പോൾ JJP പോയാൽ പോലും 48 പേരുടെ പിന്തുണ അവിടെ BJPക്ക് ഉണ്ട്. JJPയിലെ MLA-മാരെയും BJP പിടിച്ചല്ലോ. കുതിരക്കച്ചവടം ഹരിയാന അവസാനം കുതിരക്കച്ചവടം അവിടെയും കൂടെ വരികയാണ്. കാരണം ആദ്യം 3, ഇപ്പോൾ 5 എന്നുള്ള വാർത്തയാണ് കോണ്ടാക്റ്റിലുണ്ട്. ഒരുപക്ഷെ ഈ മന്ത്രിസഭ ഇന്ന് വൈകുന്നേരം അധികാരത്തിലേക്കുന്ന സമയത്ത് BJPക്കൊപ്പം JJPയുടെ 5 MLA-മാരും ഉണ്ടായാലും അതിശയപ്പെടേണ്ടതില്ല. അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റു പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ച, കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സ്വതന്ത്രരൊക്കെ പിടിച്ച് BJP പക്ഷത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയായിരുന്നു. നമ്മൾ ഹിമാചലിൽ തന്നെ കണ്ടു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇവിടെ കാണുന്ന കാഴ്ച BJPക്ക് രാജ്യത്തുള്ള സഖ്യകക്ഷികൾക്കുള്ള ഒരു സന്ദേശമായിട്ട് തോന്നുന്നു. അവസാനം വരെ JJPയെ ഊറ്റിയെടുത്ത് അവരിൽ നിന്ന് വേണ്ടതൊക്കെ സ്വീകരിച്ചിട്ട് ഏറ്റവും ഒടുവിൽ ആവശ്യം കഴിഞ്ഞപ്പം വലിച്ചെറിയുന്ന അവരെ MLA-മാരെയും കൂട്ടി BJP പോകുന്നുള്ള കാഴ്ച. കൃത്യമായിട്ടും BJPയുടെ അജണ്ട എന്താ, അവരുടെ രാഷ്ട്രീയം എന്താ എന്നുള്ള കാര്യം ഈ ഒരു ഇന്നത്തെ ദിവസത്തെ സംഭവത്തിലൂടെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹിസാറിലും മഹേന്ദ്രഗഡിലും മത്സരിക്കാനായിട്ട് 2024 2 സീറ്റുകൾ JJP ആവശ്യപ്പെട്ടതാണ് ഈ തർക്കത്തിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അവസാനം BJP നിങ്ങൾ മത്സരിക്കാൻ വേണ്ട, നിങ്ങൾ MLA-മാരെ വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഹരിയാനയിൽ തന്നെയുണ്ട്, ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളതാണ് BJPയുടെ ഒരു കമാൻഡ്. എന്തായാലും വലിയ മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ വാർത്തകൾ. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഹരിയാനയിൽ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ മാറ്റുന്നുള്ളത്. യാതൊരു തർക്കവുമില്ല. JJPയെ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുകയും ചെയ്തു BJP. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മത്സരങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കും ഹരിയാന. തീർച്ചയായിട്ടും വലിയ മത്സരം തന്നെ നമുക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കും.